ഇപ്പൊ റെക്കോർഡായി. ഞങ്ങളെ ഇന്ന് ഒരു പുതിയ ക്യാമറ വാങ്ങി. ആ ക്യാമറ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയാണ് സമയം. അപ്പോൾ രാത്രി എങ്ങനെയുണ്ടെന്ന് നമ്മുടെ വീഡിയോ ഞങ്ങൾ നോക്കുകയാണ്. ക്യാമറ ഏതാണെന്നറിയോ? ഇതാണ് ക്യാമറ. കണ്ടില്ലേ? ഈ ക്യാമറയാണ് ഞങ്ങൾ പരീക്ഷിക്കുന്നത്. ഇത് ഓസ്മോ പോക്കറ്റ് 4 ആണ്. കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹം ഞങ്ങൾ വാങ്ങി നോക്കിയാണ്, എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് പരീക്ഷിച്ചു കൊടുക്കുന്നത്. ഇത് ഞങ്ങൾ ആദ്യത്തെ ക്യാമറ ഇല്ല കേട്ടോ. നമ്മളൊരു ആദ്യം വേറെ ക്യാമറ വാങ്ങിയില്ലായിരുന്നു. അതേ ക്യാമറ ഗോപ്രോ നമ്മൾ വാങ്ങിയിട്ട് അതിന് ശേഷം വേറെ വാങ്ങിയില്ല. ഏത്? കാനോന്റെ ക്യാമറ അല്ലേ? കാനോന്റെ ക്യാമറ എങ്ങനെയാ വന്നു വെച്ചാല് 2006 ഏഷ്യൻ ഗെയിംസ് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ദോഹയിൽ കുറച്ച് ഫ്രണ്ട്സ് സമ്മാനം തന്ന ഒരു കാനോന്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഒരു കാനോന്റെ ക്യാമറ ഉണ്ടായിരുന്നു. ഈ ക്യാമറയാണ് ഞങ്ങൾ ആദ്യം ഉപയോഗിക്കുന്ന ക്യാമറ. ആ ക്യാമറയ്ക്ക് നമ്മൾ കാണുമ്പോൾ ചിരിക്കും. കാരണം അതിലൊരു കാർഡ്, അന്ന് USB തന്നെ വളരെ ചെറിയ കപ്പാസിറ്റിയുള്ള USB ആണുള്ളത്. എനിക്ക് തോന്നുന്നു 500 MB മറ്റോ ഉള്ളൊരു ഇതേ ഉള്ളൂ. അത് ഡാറ്റ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാർഡൊക്കെ ചെറിയ ചെറിയ കാർഡ്. ആ ഒരു ക്യാമറ വെച്ചാൽ ഞങ്ങൾ ആദ്യം എടുത്തു തുടങ്ങിയത്. പിന്നെ നമ്മൾ ഗോപ്രോ വാങ്ങിയില്ലേ? ഗോപ്രോ ഈ ആക്ഷൻ ക്യാമറേൻ്റെ പരസ്യം മറ്റും കണ്ട് ഞങ്ങൾ വാങ്ങിയതാണ്. കുറച്ച് കാലമൊക്കെ ഉപയോഗിച്ചു. പിന്നെ അവിടെ ഇട്ടു. പിന്നെ വീഡിയോൻ്റെ ബൂമാണ് വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ആവേശം മുത്ത് ഒരു ക്യാമറ വാങ്ങി. ഏതാണ്? കാനോൻ്റെ ഒരു മിറർലെസ് അല്ലേ? അത് 2018 കാലത്ത് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാണ്. ആ ക്യാമറ ഇപ്പോഴും ഉണ്ട്. ഓഫീസിലാണെന്ന് മാത്രം. അതവിടെ ഓഫീസിൽ ഉപയോഗിക്കുന്നുണ്ട്. 2018 അത് വാങ്ങിയത്. ഇപ്പോൾ ഈ ക്യാമറ ഞങ്ങൾ ആമസോണിൽ ഓഫറുള്ള സമയത്ത് വാങ്ങിയതാണ്. ഇത് ഇതിന് ഇപ്പം 52,000 രൂപ കൊടുത്തു. പക്ഷേ ഇതിനു മുമ്പുള്ളതിന് ഈ സമയത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാങ്ങാൻ നല്ലത് പോക്കറ്റ് 3 ആണ്. കാരണം എന്താ പറയുക, പോക്കറ്റ് 3ക്ക് ഇപ്പം വെറും 34,500 ഉള്ളൂ. പക്ഷേ ഇത് കുറേ കൂടി ലോ ലൈറ്റിൽ വർക്ക് ചെയ്യുന്നത് കണ്ടു. കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണെന്ന് കണ്ടു. പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താ പറയുക? ഇതിൽ കാർഡ് ഇടണ്ട. ഇതിന് ഇന്റർണൽ മെമ്മറി ഉള്ളതുകൊണ്ട്, ആ ഇന്റർണൽ മെമ്മറി ഏകദേശം 100 GB അടുത്ത് ഇന്റർണൽ മെമ്മറി ഉള്ളതുകൊണ്ട് നമുക്ക് കാർഡ് ഇടാണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും. കാർഡ് വാങ്ങേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ ഇതുണ്ട്. കാർഡ് വാങ്ങേണ്ട ഏതാ? 3 ആണെങ്കിൽ കാർഡ് വാങ്ങായിരുന്നു. പിന്നെ നമ്മളെ കയ്യിൽ മൊബൈലുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ഐഫോൺ വാങ്ങിയ പോലെ ഇതുകൊണ്ട് എന്താ ഉപകാരം എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി കൂടുതലാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ എവിടെയും ചെന്നിട്ട് ഒരു ഫോണായിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്ന പോലെയല്ല ഈ ഒരു ഡിവൈസായിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. കൂടാതെ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാൻ ഇത് നല്ലതാണ്, വ്ളോഗ് ചെയ്യാനൊക്കെ നല്ലതാണെന്ന് നമ്മൾ പരീക്ഷിച്ച് അറിഞ്ഞതാണ്. പിന്നെ വേറെ എന്തൊക്കെയാ ഇതിന് പ്രത്യേകത അറിയും? ഇത് വാട്ടർ റെസിസ്റ്റന്റ് അല്ല. ഇത് വീണ പൊട്ടും. ഇതിന് സർവീസ് കുറച്ച് നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ അവർ റീപ്ലേസ്മെന്റ് ആണ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് അങ്ങോട്ട് അയക്കാൻ ഇങ്ങോട്ട് അയക്കാനൊക്കെ ഉണ്ട്. അതാണ് അവർ എന്നുവെച്ചാൽ നമ്മൾ സർവീസ്, അതിന് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊട്ടുക എന്നുള്ളത് കേടാവുക എന്നുള്ളതാണ്. കേടായി കഴിഞ്ഞാൽ അവർ റീപ്ലേസ് ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. പൊട്ടിയാൽ അത് പൊട്ടിയ തന്നെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം നോക്ക്, ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് മൊബൈലിൽ ഇങ്ങനെ കാണാം. മൊബൈലിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം, ഇത് കറക്റ്റ് ആക്കാം, ഒക്കെ ചെയ്യാം. അതുകൂടാണ്ട് തന്നെ ഇത് നമ്മുടെ മൊബൈൽ, ഇപ്പം നമ്മളെല്ലാവരും വലിയ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരൊന്നും ഇല്ലല്ലോ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊബൈലിലേക്ക് ഇത് പെട്ടെന്ന് ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ DJIൻ്റെ തന്നെ ഒരു ആപ്പുണ്ട്. ഈ ആപ്പിലൂടെ ഇത് അതിവേഗത്തിൽ നമ്മുടെ മൊബൈലിലേക്ക് എത്തും. ഇവിടുന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഈ ഒരു ക്യാമറ ഞങ്ങൾ ഉപയോഗിച്ചു നോക്കട്ടെ. കൃഷ്ണൻ എന്താ പോകുന്നത് ക്യാമറ കണ്ടിട്ട്? ചെറുതാണ്. പിന്നെ വേറെ എന്താ ഉള്ളത്? വളരെ സൗകര്യമില്ല ഉപയോഗിക്കാൻ. നമുക്ക് മറ്റേ ക്യാമറയിൽ പോലെ ഒരു ട്രൈപോഡ് വളിക്കായിരുന്നു. ഇത് പോക്കറ്റിലിട്ടാൽ മാത്രം മതി. നാണം വരും അല്ലേ? ആർക്ക്? ക്യാമറയ്ക്കാ? ഇല്ല, പ്രജിക്ക് ക്യാമറയെ കുറിച്ച് എന്താ പറയല്ലേ? ക്യാമറ വാങ്ങി കണ്ടിട്ട് എന്താ പറയല്ലേ? അങ്ങനെ പറയരുത്. അങ്ങനെ പറയരുത്. അപ്പോൾ
ഇത്രയൊക്കെ ഉള്ളൂ. ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്ക്. ഇത് രാത്രി ഏകദേശം 8 മണിയാകുമ്പോൾ എടുത്തതാണ്. എങ്ങനെയുണ്ട് നോക്ക്. ഞങ്ങൾ കൂടുതൽ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഇത് ഒരു എഡിറ്റും ഇല്ലാണ്ട് എന്ന് വെച്ചാൽ ബേസിക്കായ എഡിറ്റ് മാത്രം ചെയ്ത് ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ അപ്പാക്കും. അപ്പോൾ അങ്ങനെ അപ്പാക്കി വരുമ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറയും. കൂടുതൽ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. പലപ്പോഴും ആവേശമാണ് കൂടുതൽ ഉണ്ടാവാറ്. ഇപ്പോൾ ഇതൊരു ആവേശത്തിൻ്റെ പുറത്ത് ആദ്യത്തെ വീഡിയോ എടുത്തതാണ്. ഇത് എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല. കാരണം പ്രയോറിറ്റി ഡിഫറെൻ്റ് ആണല്ലോ. ജോലി തിരക്ക് കൂടി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കൂല. അതുകൊണ്ട് എല്ലാവർക്കും ബൈ 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 ബൈ. Not sponsored by DJ Osmo. നോട്ട് സ്പോൺസർഡ് ബൈ DJ Osmo. റജി ഒരു ബൈ പറയണ.